വീണ്ടും സിസ്റ്റം തകരാറോ എന്നാണ് ചോദ്യം. ജിമ്മി, ഈ പല ആർഡറുകളുള്ള ഒരു സംവിധാനമാണ് സിസ്റ്റം. സിസ്റ്റം എന്താണെന്നുള്ളതാണല്ലോ. പല ആർഡറുകളുണ്ട്. അതിനകത്ത് ആശുപത്രിയുണ്ട്, ആശുപത്രിക്കകത്തുള്ള ഡോക്ടർമാരുണ്ട്, അതിന് പുറത്തുള്ള നഴ്സുമാർ, അതിന് പുറത്തുള്ള സെക്യൂരിറ്റി സംവിധാനം, ഇതിൻ്റെ മുകളിലുള്ള അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ മുകളിലുള്ള സർക്കാർ, അതിലേക്ക് പണം കണ്ടെത്തുന്ന നികുതി സംവിധാനം, ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു രോഗി മരിക്കുമ്പോൾ നമുക്ക് സിസ്റ്റം എന്ന് വ്യാപകമായി പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇന്ന് ഡോക്ടർമാർ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ എനിക്കതിനകത്ത് യാതൊരു രീതിയിലും ഡോക്ടർമാരെ സംശയിക്കാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഭാഗം. ഡോക്ടർമാർ പറഞ്ഞത് എന്താണ്? ഈ രോഗി ഇവിടെ വരുമ്പോൾ തന്നെ ആ ഗോൾഡൻ വിൻഡോ പീരീഡ് കഴിഞ്ഞിരുന്നു. 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വേണു അവിടെ എത്തുന്നത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി അല്ല, പ്രൈമറി ആദ്യ ഘട്ടത്തിൽ ചെയ്യുന്ന ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും പല രീതിയിലുണ്ട്. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല. അതനുസരിച്ച് ഞങ്ങൾ മറ്റു മരുന്നുകൾ കൊടുത്തു. അതാണ് സിസ്റ്റം. ഇപ്പോൾ നമ്മൾ ഏത് ഡോക്ടർമാരെ വിളിച്ചു ചോദിച്ചാലും ഇങ്ങനെ ഒരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി സംവിധാനം ഉണ്ട്, അങ്ങനെ ഒരു സാധനം. അതുപോലെ തന്നെ വേറൊരു ഇൻ്റർവെൻഷൻ ടെക്നോളജിയും ഉണ്ട്. അതൊക്കെ ആദ്യ ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. ആ സമയം കഴിഞ്ഞു പോരുന്നതുകൊണ്ട് മറ്റു മരുന്നുകൾ കൊടുത്തു. ആ മരുന്ന് കഴിഞ്ഞിട്ട് ആ രോഗിയെ റെഡിയാക്കി കൊണ്ടുവരിക, അതിനുശേഷം പിന്നെയാണ് ബാക്കി കാര്യങ്ങൾ ആലോചിക്കുക. അങ്ങനെയേ മെഡിക്കൽ കോളേജുകളിൽ ആധുനിക മെഡിക്കൽ കോളേജ് എന്നല്ല, ആധുനിക ചികിത്സാ സമ്പ്രദായത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ടാണ് മറ്റ് സംവിധാനങ്ങൾ കൂടി ഈ രോഗിക്ക് ഇനി വേറെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്നുള്ള അന്വേഷണത്തിലേക്കൊക്കെ പോകുന്നത് പിന്നെയാണ്. ഒരുപാട് രോഗികളുണ്ടാകുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് പ്രിഫറൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല അതിനുശേഷം. അത് രണ്ടാമത്തെ കാര്യം. ഇവിടെ പേഷ്യൻ്റ് വിചാരിച്ചത് കൊല്ലത്ത് നിന്ന് അദ്ദേഹത്തെ കയറ്റി അയക്കുമ്പോൾ അടിയന്തരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞാൽ അടിയന്തരമായി എന്തോ ഒരു കാര്യം ഇവിടെ ചെയ്യും എന്നല്ലേ ആ രോഗി വിചാരിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ ഓഡിയോ സെൻസിൽ, ഏറ്റവും വേഗമേറിയ ആംബുലൻസിൽ വളരെ വേഗം ഞങ്ങളിവിടെ എത്തി. ഇവിടെ വന്നപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ പ്രശ്നം തന്നെയാണ്. എന്തുകൊണ്ടാണ് കൊല്ലത്ത് ഇത് ചെയ്യാതിരുന്നത് എന്നുള്ളത് നമുക്കൊരു ചോദ്യചിഹ്നമായി തന്നെ നിർത്തണം. അതും ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. കൊല്ലത്ത് നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ അവിടെ ആൻജിയോപ്ലാസ്റ്റി കാത്ത് ഉണ്ട്. പക്ഷേ അവിടെ ഈ വിഷയമുള്ളതുകൊണ്ടാണ് സ്ട്രോക്കാണ്, മറ്റേത് ഹാർട്ടാണ്, എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അവിടെ എന്തുകൊണ്ട് സംഭവിച്ചില്ല? ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണോ അതോ അത്രയും സംവിധാനങ്ങളില്ലേ, ഡോക്ടർമാരുടെ എണ്ണം എത്രയാണ് മുതലായ കാര്യങ്ങൾ നമ്മൾക്ക് അന്വേഷിച്ച് വരേണ്ടതാണ്. എന്തായാലും കൊല്ലത്ത് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ കൊല്ലത്തിന് എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞത്. ഈ പക്ഷാഘാതമുള്ള രോഗിയാണെങ്കിൽ അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ അതിപ്പോൾ കൊല്ലത്തായാലും തിരുവനന്തപുരത്തായാലും ഈ പ്രശ്നമുണ്ട്. പക്ഷേ കൊല്ലത്തിന് വേഗം ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞത്. ചിലപ്പോൾ കൊല്ലത്ത് ഈ കാത്ത് ലാബിൽ ഡോക്ടർമാരുടെ എണ്ണത്തിലും മറ്റൊക്കെ കുറവുണ്ടായിരിക്കാം. അതൊരു പ്രശ്നമായി അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്തായാലും രോഗിയോട് പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ പറഞ്ഞ് ഡോക്ടർമാർ എന്തായാലും ആ രോഗിയെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് എന്തോ കാര്യമായി നടക്കുമെന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ നടക്കുന്നില്ല. ഇവിടെ ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് വിശ്വസിച്ചുകൊണ്ടും അത് ശരിയാണെന്ന് കരുതിക്കൊണ്ടും തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കട്ടെ. ഒരു രോഗി വന്നാൽ ഒരു രോഗിയോട് സംസാരിക്കാനുള്ള ഒരു തുറന്ന മനസ്സ് എല്ലാവരും കാണിക്കേണ്ടതാണ്. ഒരു 10-15 വർഷം മുമ്പ് നമ്മുടെ തന്നെ അനുഭവത്തിൽ ഡോക്ടർമാർ നമ്മളോട് എങ്ങനെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കാര്യമായിട്ടൊന്നും വിട്ട് പറയില്ല. അതിങ്ങനെ വളരെ ഗൗരവത്തിൽ നിന്ന് മരുന്നൊക്കെ എഴുതി കൊടുത്തിട്ട് അങ്ങ് പറഞ്ഞു വിടുകയാണ് സാധാരണ ചെയ്യുക. അവിടെ നിന്ന് സംവിധാനം മാറുന്നു. ഇപ്പോൾ ഡോക്ടർമാർക്ക് നമ്മുടെ മുമ്പിലിരുന്ന് നമുക്ക് പോലും വേണ്ടാത്ത വിശദാംശങ്ങൾ, ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ രോഗികളുമായി കൂടെ പോകുമ്പോൾ ഡോക്ടർ പടം വരച്ച് കാണിക്കും. അത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജായാലും സർക്കാർ മെഡിക്കൽ കോളേജായാലും ഇതിങ്ങനെയാണ് എൻ്റെ സംഭവം. കാലം മാറി. ഡോക്ടർമാർ വളരെ വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയും നമ്മൾ കൺവിൻസ്ഡ് ആവുകയും, കൺവിൻസ്ഡ് ഒന്നും ആവണ്ട, ഡോക്ടർ നമ്മളോട് പോട്ടെ ഇത് മതി എന്ന് ഡോക്ടർ പറഞ്ഞാൽ തന്നെ നമ്മൾ കൺവിൻസ്ഡ് ആണ്. പക്ഷേ ഡോക്ടർമാരെ വിശദമായി വിശദീകരിക്കുന്ന ഒരു പുതിയ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ചികിത്സ തേടുന്നത്. ആ സ്ഥലത്ത് ഈ രോഗിയോട് ഇദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ള ആളാകാൻ സാധ്യതയില്ല. ഒരു ഡോക്ടർ വന്ന് ഇതാണ് കാര്യമെന്ന് പറഞ്ഞാൽ ആ രോഗി വിശ്വസിക്കുമെന്നാണ് ഞാൻ ആത്മാർത്ഥമായി കരുതുന്നത്. എല്ലാവരും അങ്ങനെയാണ്. ആ കാര്യം ഈ രോഗിയോട് പറഞ്ഞില്ലേ എന്നൊരു സംശയമുണ്ട്. അതാണ് സിസ്റ്റത്തിൻ്റെ രണ്ടാം ഘട്ടം. എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും കൈക്കൂലി, നേരത്തെ നിങ്ങൾ തർക്കിച്ചതുപോലെ കൈക്കൂലി കൊടുത്തു ഇല്ലത് ആയിക്കൊള്ളണമെന്നില്ല. എന്നെ 3 ദിവസം തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ എന്ന് രോഗിക്ക് തോന്നിയാൽ ഇത് ഉറപ്പായിട്ടും കൈക്കൂലി ആയിരിക്കും എന്ന് സ്വാഭാവികമായും വേണു തെറ്റിദ്ധരിച്ചതാവാം. അങ്ങനെയും ആയിക്കൂടെ? അപ്പോൾ എന്തുകൊണ്ടാണ് അത് സംസാരിക്കാതിരുന്നത്? ഇനി വേറെയുമുണ്ട്. നമ്മളുടെ ബൈറ്റിൽ തന്നെ വേണുവിൻ്റെ ഭാര്യ സിന്ധു സംസാരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഭയങ്കരമായ തലവേദന എടുക്കുന്നു. അപ്പോൾ തലവേദന എടുക്കുമ്പോൾ മരുന്ന് ചോദിക്കുകയാണ്, മരുന്ന് കിട്ടുന്നില്ല. അപ്പോൾ ആദ്യം പ്രോക്സി എന്ന് പറഞ്ഞാൽ ഈ ഭാര്യ തന്നെ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് ഡോക്ടർ അവസാനം 2 ദിവസം കഴിയുമ്പോൾ പറയുന്നു പ്രോക്സിൻ ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോളോ 650 കൊടുക്കുമെന്ന് പറഞ്ഞു. ഡോളോ 650 ഇല്ല. എന്നാൽ പിന്നെ ഡോളോ 500 കൊടുത്തേക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം സിസ്റ്റർ അത് എടുക്കാൻ പോയപ്പോൾ ഈ ഭാര്യ നേരെ പോയിട്ട് പ്രോക്സിൻ അവരുടെ കയ്യിലിരിപ്പുണ്ട്, ഇത് കൊടുത്തോട്ടെ ഡോക്ടർ എന്ന് ചോദിക്കുന്നു. ഡോക്ടർ കൊടുത്തു എന്ന് പറയുന്നു. വീണ്ടും സിസ്റ്റത്തെ സംശയിക്കില്ലേ? സംഭവം തലവേദനയുടെ മരുന്നാണ്, നിസ്സാര കാര്യമാണ്. പക്ഷെ അതുണ്ടായിരുന്നില്ല ആശുപത്രിയിൽ. അപ്പോൾ അവർക്ക് മൊത്തത്തിൽ ഇതിനോടൊരു സംശയം. നോക്കൂ, ഒരു രോഗി, അവരുടെ കുടുംബം
കുടുംബനാഥൻ്റെ പ്രാണനും കയ്യിലെടുത്ത് പാഞ്ഞു വരികയാണ് ആശുപത്രിയിലേക്ക്. ആശുപത്രി വന്നപ്പോഴത്തേക്കും എല്ലാവരും വളരെ നിസ്സംഗരായി നിൽക്കുന്നു. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അതൊരു PR എക്സസൈസ് മാത്രമല്ല, നിങ്ങൾ രോഗികളോട് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അയാളുള്ള ഒരു ആത്മവിശ്വാസമാണ് കൊടുക്കേണ്ടത്. അതിന് പകരം 3 ദിവസം കഴിയുമ്പോൾ ഈ മനുഷ്യൻ ഈ മെഡിക്കൽ കോളേജിൽ മുഴുവൻ വലിയ അഴിമതിയാണെന്നും അതുകൊണ്ടാണ് എൻ്റെ ആൻജിയോപ്ലാസ്റ്റി നടക്കാത്തതെന്നും അദ്ദേഹം ധരിച്ചുപോയി. അത് ശരിയാവാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനെ ധരിച്ചുപോയി. പിന്നെ ഈ തലവേദനയുടെ കാര്യത്തിലും ഇദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോടൊന്ന് ചോദിക്കുമെന്ന് നേഴ്സ് വളരെ പരുഷമായി പറഞ്ഞു ഒരു രാത്രി എന്നാണ് പറയുന്നത്. അവിടെയും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ ആ അടരിലും ഒരു വലിയ പ്രശ്നമുണ്ട്. ഇതെന്തായാലും പല രീതിയിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. രോഗിക്ക് ചികിത്സയ്ക്ക് ശേഷം രോഗി വീട്ടിൽ പോകുന്നു. ഇങ്ങനെയല്ല ഒരു ആശുപത്രിയിൽ, അവിടെ അത് മാത്രമല്ല ഒരു ആശുപത്രിയിൽ നടക്കുന്നത്. രോഗി വരുമ്പോൾ രോഗിയോടുള്ള സമീപനം, രോഗിയെ കേൾക്കൽ, രോഗിയോട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൽ, നിങ്ങൾ തമ്മിലൊരു ധാരണയിലെത്തി, ഇതെല്ലാമുണ്ട്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏത് മെഡിക്കൽ കോളേജിലും ആയിരക്കണക്കിന് രോഗികൾ വരുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ ബെഡ് കിട്ടിയില്ല എന്ന് പറയുന്നു. സ്വാഭാവികമാണ്, നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏതുവരും ജനറൽ വാർഡിൽ, കയറി വരുന്ന വാർഡിലല്ല, നിങ്ങൾ ജനറൽ വാർഡിൽ പോയാൽ നിങ്ങൾക്ക് കട്ടിൽ കിട്ടില്ല. അത് വരുമ്പോഴല്ല, പിന്നീടായാലും. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹാർട്ടിൻ്റെയൊക്കെ വരുമ്പോഴാണ് പിന്നെയും നിങ്ങൾക്ക് ബെഡ് കിട്ടാനുള്ള സാധ്യത. അല്ല, ഡോക്ടർമാർ എന്ത് ചെയ്യും? ഉള്ള പേഴ്സിനെ എടുത്ത് നിലത്ത് കിടത്തിയിട്ട് ഇയാളുടെ അടുത്ത് കട്ടിൽ കിടത്താൻ പറ്റുമോ? പറ്റില്ല. അവിടെയും സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് പക്ഷേ ഇന്ന് തുടങ്ങിയതല്ല, എത്രയോ കാലമായി ഉള്ളതാണ്. നമ്മൾ ആ സംവിധാനം നന്നാക്കിക്കൊണ്ട് വരികയാണ്. പക്ഷേ ഒരു രോഗി അദ്ദേഹത്തിൻ്റെ മരണമൊഴി, അദ്ദേഹം മരിക്കുമ്പോഴും അദ്ദേഹം വിശ്വസിച്ചത് എനിക്ക് ചികിത്സ കിട്ടിയില്ല എന്നാണ്. സത്യം അതല്ല എന്ന് തെളിവുകൾ പറയുന്നു. നോക്കൂ, എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. ഒരു മനുഷ്യൻ എനിക്ക് ചികിത്സ കിട്ടാതെ ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് കരുതി. അത് ഒരു വലിയ വീഴ്ച തന്നെയാണ്. Meet the editors.